In this class, I will discuss some interesting facts about the isometric view and projection of a sphere. In our previous class, different types of solids we have learned. We have learned about prisms, pyramids, cut section of prisms, pyramids, അതുപോലെ സിലിണ്ടർ വരയ്ക്കുന്നത് ഇതെല്ലാം നമ്മൾ പഠിച്ചു. അപ്പം ബേസിക്കലി എന്താണ് സ്പിയറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്നുള്ളത് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ബാക്കിയുള്ള ജോമെട്രികൾക്ക് സോളിഡ്സിന് എന്ത് സംഭവിക്കുന്നു എന്ന് പറയാം. നമ്മൾ പറഞ്ഞിരുന്നു കൺവെൻഷണൽ എക്സ് വൈ സെഡ് ആക്സിസ് സിസ്റ്റത്തിൽ നിന്നും നമ്മൾ 120, 120, 120 എന്ന് പറയുന്ന ഐസോമെട്രിക് ആക്സിസിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു ടിൽറ്റിംഗ് സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡയമെൻഷൻ ചേഞ്ചസ്, റെഡ്യൂസ്ഡ് ആവുന്നുണ്ട്, ഇൻക്ലിനേഷൻ സംഭവിക്കുന്നതുകൊണ്ട് റെഡ്യൂസ് ചെയ്യുന്ന ഡയമെൻഷൻ. ആൻഡ് ദാറ്റ് ഈസ് ദ റീസൺ വൈ വി യൂസ്ഡ് ദ റെഡ്യൂസ്ഡ് ലെങ്ത് ഓർ ഐസോ ലെങ്ത് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഐസോമെട്രിക് പ്രൊജക്ഷൻസ്. ആ റിഡക്ഷനെ നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നതാണ്, റൈറ്റ്? അപ്പോൾ ഈ റിഡക്ഷൻ ഉണ്ടാകാൻ കാരണം എന്താണ്? ടിൽറ്റിംഗ് ഹാപ്പൻസ് ഓൺ ദി സോളിഡ്. ഇനി നമ്മൾ തിരിച്ചൊന്ന് ചിന്തിക്കുക. യു ടേക്ക് ദ കേസ് ഓഫ് എ സ്പിയർ. ഒരു ബോൾ എടുക്കുക. നമ്മൾ ആ ബോളിനെ ഏത് ആക്സിസിൽ എങ്ങനെ കൊണ്ടുവച്ച് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ സൈസ് മാറില്ല, റൈറ്റ്? നിങ്ങൾ നോക്കിയേ, ഈ ഒരു സ്പിയർ എടുത്തു കഴിഞ്ഞിട്ട് ഈ സ്പിയറിനെ നമ്മൾ എങ്ങനെ എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്താലും നമ്മൾ അതിനെ അപ്പോഴും കാണുന്നത് എന്താണ്? സെയിം സൈസിലാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആക്ച്വൽ സ്കെയിലിൽ ഇരിക്കുന്ന സ്പിയറിനെ ഐസോമെട്രിക് സ്കെയിലിൽ കൊണ്ടുപോയാലും ഇറ്റ് വിൽ ബി വ്യൂഡ് ഇൻ ദ സെയിം സൈസ്, അല്ലേ? ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഐസോമെട്രിക് വ്യൂ ആണ് സാധാരണഗതിയിൽ നമ്മൾ ട്രൂ ഡയമെൻഷൻ എടുത്ത് വരയ്ക്കാറ്. പക്ഷെ ഇപ്പോഴത്തെ കോൺസെപ്റ്റ് പ്രകാരം എന്താണ്? സ്പിയറിന്റെ കേസിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഇറ്റ്സെൽഫ് ഈസ് ഇൻ ദി ട്രൂ ലെങ്ത്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് പോയിന്റ്. That means when you go for the isometric projection of a sphere, you have to use the true size. അതായത് 0.816 എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഇല്ല. കാരണം ഐസോമെട്രിക് ആക്സിസിൽ, ഐസോമെട്രിക് പ്രൊജക്ഷനിൽ the sphere can be seen in its actual size. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കും? അപ്പോൾ ഇതിൻ്റെ എന്തായിരിക്കും ഐസോമെട്രിക് പ്രൊജക്ഷനിൽ, ഇതിൻ്റെ പ്രൊജക്ഷനിലും വ്യൂവിലും എന്തായിരിക്കും സ്പിയറിൻ്റെ ഒരു ഷേപ്പ്? സർക്കിൾ ആയിരിക്കും. ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി റെപ്രസെന്റഡ് യൂസിങ് എ സർക്കിൾ. നമ്മളൊരു ബോൾ എടുത്തിട്ട് ഏത് ആംഗിൾ വെച്ച് എങ്ങനെ നോക്കിയാലും എന്തായിരിക്കും നമ്മൾ കാണുന്ന ഒരു സർക്കിൾ ആയിരിക്കും. സോ സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ ഐസോമെട്രിക് പ്രൊജക്ഷനും ഐസോമെട്രിക് വ്യൂ ഓഫ് എ സ്പിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് എ സർക്കിൾ ഓഫ് റേഡിയസ്. സം റേഡിയസ്, ആ റേഡിയസിനെ പറ്റി പറയാൻ പോകുന്നു. ഓക്കെ, ജസ്റ്റ് കോമ്പസ് കുത്തി സർക്കിൾ വരയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ചോദിക്കുന്നത് അടുത്ത കേസ്. സി, ഐസോമെട്രിക് പ്രൊജക്ഷനിൽ നമ്മൾ ഈ സോളിഡിനെ ഒരു സർഫസിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. കൺസിഡറിങ് ഇറ്റ് പ്ലേസിങ് ഓൺ എ സർഫസ്, ഈ ഒരു സർഫസ്. ഓക്കെ, നമുക്കറിയാം സെന്റർ എന്ന് പറയുന്ന സാധനം ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് എ ഹൈറ്റ് ഓഫ് ആർ എന്ന് പറയുന്ന ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവനെ ഐസോമെട്രിക് ആക്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ഹൈറ്റ് റെഡ്യൂസ്ഡ് ആവുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ ആ ഹൈറ്റിന്റെ റിഡക്ഷൻ എത്രയായിരിക്കും? 0.816 തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ എന്താണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ച് ഇത് തന്നെ ആയിരിക്കും എന്ന് നോക്കിയാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് സെന്റർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് എ ഹൈറ്റ് ഓഫ് 0.816 ടൈംസ് ദി ആർ വാല്യൂ, അല്ല? ഇത് ആർ വാല്യൂ ആണെങ്കിൽ ഈ ആറിന്റെ 0.816 ഹൈറ്റിലായിരിക്കും ഇതിന്റെ എന്ത് നിൽക്കുന്നത്? സെന്റർ ഓഫ് ദ സ്ഫിയർ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ സെന്റർ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്താണ്? ഐസോമെട്രിക് പ്രൊജക്ഷന്റെ ഐസോ ലെങ്ത് വെച്ചിട്ടാണ്. ഇനി നമ്മൾ പറഞ്ഞു ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്പിയർ ഈസ് എ സർക്കിൾ വിത്ത് റേഡിയസ് ആർ, റൈറ്റ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പോയിന്റ് സെന്റർ ചെയ്ത് കോമ്പസിൽ ഇതിന്റെ 6 റേഡിയസ് മെഷർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സർക്കിൾ വരയ്ക്കുന്നു. ആൻഡ് ദാറ്റ് റെപ്രസെന്റ്സ് ദി ഐസോമെട്രിക് പ്രൊജക്ഷൻ, റൈറ്റ്? എ സർക്കിൾ വിത്ത് ട്രൂ റേഡിയസ് that represents the isometric projection, but center is located at iso height. അതാണ് വ്യത്യാസം, റൈറ്റ്? അപ്പോൾ എൻ്റെ ചോദ്യം, അപ്പം നമ്മൾ ട്രൂ സൈസിൽ ഓൾറെഡി ഐസോമെട്രിക് പ്രൊജക്ഷൻ വരച്ചു. ദെൻ വാട്ട് അബൌട്ട് ദ ഐസോമെട്രിക് വ്യൂ? ഐസോമെട്രിക് വ്യൂ ട്രൂ സൈസിലല്ലേ വരേണ്ടത്? നോർമൽ പ്രാക്ടീസ് ആണ്. പക്ഷേ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, when you compare the size of isometric projection with isometric view, we know that isometric view is bigger in size when compared with the projection. അല്ലെ? നമ്മൾ രണ്ട് പടങ്ങൾ സൈമൾട്ടേനിയസ്ലി ഒരെണ്ണം ഐസോമെട്രിക് വ്യൂവും ഒരെണ്ണം പ്രൊജക്ഷനും വരച്ചാൽ പ്രൊജക്ഷന്റെ ഫിഗർ കമ്പയർഡ് ടു ഐസോമെട്രിക് വ്യൂ കുറച്ച് ചെറുതായിരിക്കും. ദാറ്റ് മീൻസ് ഒരു 0.816 ടൈംസേ കാണുള്ളൂ, റൈറ്റ്? ദാറ്റ് മീൻസ് ഏത് സോളിഡ് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും
ഈ ഒരു സൈസ് ഡിഫറൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഐസോമെട്രിക് പ്രൊജക്ഷനെക്കാളും വലുതായിരിക്കും ഐസോമെട്രിക് വ്യൂ. ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ ഇവിടെയും മെയിൻറ്റെയിൻ ചെയ്യണം. റൈറ്റ്? ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ ഐസോമെട്രിക് വ്യൂവിലും മെയിൻറ്റെയിൻ ചെയ്യണം. എങ്ങനെ നോക്കിയേ, നമ്മൾ സെയിം ഹൈറ്റിലാണ്, സെയിം റേഡിയസ് r എന്നുള്ള ഹൈറ്റ് എടുക്കുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എടുത്താൽ r എന്ന് പറയുന്ന ഹൈറ്റ് എടുക്കുന്നത് സെന്റർ ഓഫ് ദ സ്ഫിയർ എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുന്നത് എന്താണ്? സെയിം റേഡിയസിലാണ്. ഇവിടെ അത് 0.816 ആയിരുന്നു, ഇവിടെ എന്തായിരുന്നു? 6 ആയിരുന്നു. ഇനിയുമാണ് ചേഞ്ച്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സർക്കിളിന്റെ ആക്ച്വൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇറ്റ്സ് നോട്ട് ജസ്റ്റ് r, അത് 1.22 ടൈംസ് ഓഫ് r ആയിരിക്കും. ദാറ്റ് മീൻസ് 1 ഡിവൈഡഡ് ബൈ 0.816. അപ്പം ഇവിടുത്തെ ഐസോമെട്രിക് വ്യൂവിൽ റേഡിയസ് എന്താണ്? സാധാരണ റേഡിയസിനെക്കാളും കൂടുതലായിരിക്കും. 1.22 ടൈംസ് ദി r വാല്യൂ ആണ് നമ്മൾ വരയ്ക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ രണ്ട് ഫിഗറുകൾ കമ്പയർ ചെയ്യുന്നു. യു ജസ്റ്റ് കമ്പയർ ദീസ് ടു ഫിഗേഴ്സ്. യു ക്യാൻ സീ ദ സൈസ് ഡിഫറൻസ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ ഈസ് സ്മോളർ ദാൻ ഐസോമെട്രിക് വ്യൂ. ഐസോമെട്രിക് വ്യൂവിലെ ആക്ച്വൽ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? സോറി, റേഡിയസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ റേഡിയസ് ഇൻറ്റു 1.22 ആണ്. സോ ഈ ഒരു ഡിഫറൻസ് കൃത്യമായി മനസ്സിലാക്കണം. സെന്റർ ഈസ് ഐഡന്റിഫൈഡ് യൂസിങ് ഐസോ ഹൈറ്റ്, റേഡിയസ് ഈസ് ട്രൂ. ഹിയർ സെന്റർ ഈസ് ഐഡന്റിഫൈഡ് യൂസിങ് ട്രൂ സൈസ്, ബട്ട് റേഡിയസ് ഈസ് ഹയർ ദാൻ ദി നോർമൽ. ഇതാണ് ബേസിക് ആയിട്ട്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. എ സ്ഫിയർ ഓഫ് ഡയമീറ്റർ 30 mm is resting centrally on the top of another sphere 60 mm diameter. ഐസോമെട്രിക് വ്യൂവും പ്രൊജക്ഷനും വരയ്ക്കുക. എന്നോർത്ത് നോക്കി, 60 mm ഡയമീറ്റർ ഉള്ള സ്പിയറിന്റെ മുകളിൽ 30 mm ഡയമീറ്റർ ഉള്ള സ്പിയർ ഇരിക്കുന്നു. എന്തായിരിക്കും ഇതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ? നോക്കിയേ, ഇതായിരിക്കും ഇതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ. റൈറ്റ്? അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാൻ പോകും. നമ്മൾ പറഞ്ഞു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. നമ്മുടെ സെന്റർ ഇരിക്കുന്ന എവിടെ ആയിരിക്കും? സെന്റർ എന്ന് പറയുന്ന സാധനം ഇരിക്കുന്നത് ഐസോമെട്രിക് ഹൈറ്റിലായിരിക്കും. അപ്പം ഇവിടെ എത്രയാണ്? ഈ സെന്റർ ഇരിക്കുന്ന എത്രയിലാണ്? ഈ ഹൈറ്റ്. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 30 mm ആയിരിക്കും. റൈറ്റ്? ഇവിടെ എത്ര വരും? ദിസ് ഈസ് ഈക്വൽ ടു 0.816 ഇൻറ്റു 30 ആയിരിക്കും. റൈറ്റ്? ഇനി റേഡിയസ് എത്രയായിരിക്കും? ട്രൂ ആയിരിക്കും. സോ ട്രൂ റേഡിയസ് ഈസ് ഈക്വൽ എത്രയാണ്? റേഡിയസ് ഈസ് ഈക്വൽ ടു 30. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സർക്കിൾ വരയ്ക്കുന്നു. ദിസ് ഈസ് ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് ദി ഫസ്റ്റ് സർക്കിൾ. ഇനി ശ്രദ്ധിക്കുക, ഇനി ഇതിന്റെ സെക്കൻഡ് ബോഡി സെൻട്രലി എമൗണ്ട് ചെയ്തേക്കുന്നു ഇവിടെ, അല്ലേ? രണ്ടും ഒരേ ഹൈറ്റിലിരിക്കുന്നത്. നമ്മൾ നോക്കുക ഇവന്റെ ഹൈറ്റ്. ഓക്കെ, അതുപോലെ ഐസോമെട്രിക് വ്യൂ നോക്കുവാണെങ്കിൽ എന്താണ്? വ്യൂ ഈസ് ലൊക്കേറ്റഡ് അറ്റ് r എന്ന് പറഞ്ഞ ഹൈറ്റിലാണ്, അല്ലേ? റേഡിയസ് എത്രയാണ്? 1.22 ആണ്. ഇപ്പോൾ r എന്ന എത്ര വരും? ഇത് r 30 തന്നെയാണ്. ഇത് 1.22 ഇൻറ്റു r വരും. അപ്പം വലിയൊരു സർക്കിൾ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവന്റെ ഹൈറ്റ് മാർക്ക് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കുക, ഈ ഹൈറ്റ് എത്രയായിരിക്കും? d1 + r2 എന്ന് പറയുന്ന സാധനം. ഇവിടെ മുതൽ ഇവിടെയുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ 60 mm ആണ്, അടുത്ത റേഡിയസ് 15 ആണ്, അല്ലേ? ഈ റേഡിയസ് എത്രയാണ്? 15 ആണ്. എത്രയാണ്? 60 ആണ്. ദാറ്റ് മീൻസ് ടോട്ടലി 75 mm ആണ് ആക്ച്വൽ ഹൈറ്റ്. റൈറ്റ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ എടുക്കുമ്പോൾ ഇതിന്റെ പോയിന്റ് 816 എടുത്തു. നമുക്ക് പോയിന്റ് ഐഡന്റിഫൈ ചെയ്തു. അവിടെ നമ്മൾ സർക്കിൾ വരച്ചു. Of what size? Let's say I will write it somewhere here. This is equal to 0. This is equal to 75. That's the value. And so what is going to this height? 0.816 into 75. അവിടെ നമ്മൾ സെൻട്രലി പോയിന്റ് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എന്താ ഇവന്റെ റേഡിയസ്? 30. സോ ട്രൂ റേഡിയസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? റേഡിയസ് ഈസ് ഈക്വൽ ടു 30 സർക്കിൾ വയ്ക്കും. അപ്പം ഈ സർക്കിളിനകത്ത് ഇങ്ങനെ ഇത് വരും, കട്ട് ചെയ്ത് വരും, സംഭവിക്കുന്ന. അതുപോലെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുന്നത് എങ്ങനെയായിരിക്കും? ഹൈറ്റ് സെയിം ഹൈറ്റില്ല. അപ്പൊ എത്രയാണിത്? അത് ഈ ഹൈറ്റ് എടുക്കാൻ പോകുന്ന 75 ആയിരിക്കും. ഇത് തന്നെ. റൈറ്റ്? പോയിന്റ് കിട്ടി. ഇനി എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് r ഈക്വൽ ടു 1.22 ഇൻറ്റു 15 വെച്ചിട്ട് സർക്കിൾ വരയ്ക്കും. ഇവിടെ എത്രയാണ്? 1.22 ഇൻറ്റു 30 വെച്ചിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കും. സോ ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് എക്സാമിനേഷൻസിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്ഫിയർ. ഓക്കെ, സോ കൺസ്ട്രക്ഷൻ വൈസ് വളരെ എളുപ്പമാണ്. കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ വൈസ് വളരെ സിമ്പിൾ ആണ്. സോ യു ട്രൈ ദീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ആൻഡ് along with this, in the next class I will solve some questions of hemisphere. So we will solve that questions also.
And in hemisphere also, if you consider this object, top surface is a circle, the bottom is a sphere. അവിടെയും ഇതേ റൂൾ തന്നെ നമ്മൾ ഫോളോ ചെയ്യും. നമുക്ക് അത് വരുന്ന ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.